ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ ഡേ ഫ്രം കൊച്ചിൻ. ഇന്നത്തെ വേദുവിന് ഒരു സർപ്രൈസ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ആദ്യമേ അതൊന്ന് സെറ്റ് ചെയ്യാണ്, അത് ഞാൻ കാണിച്ചു തരാവേ. ആക്ച്വലി ഞാൻ ചൈനയിൽ നിന്ന് വേദുവിന് വേണ്ടി വാങ്ങിയ ഒരു മിനി ഐഫോൺ പോലത്തെ ഒരു സംഭവമാണ്. സോ ഇതിൽ നമ്മുടെ സിം കാർഡൊക്കെ ഇട്ട് കണ്ടിട്ട് നല്ല കളർ, ശരിക്കും അവിടെ ഐഫോൺ 17 Pro Maxന്റെ ഓറഞ്ച് കളറ്. സോ അതിൽ ഒന്ന് ഞാൻ ഇന്റർനെറ്റ് സെറ്റ് ചെയ്യാൻ നോക്കുക. എല്ലാ ഫീച്ചേഴ്സും ഏകദേശം ഉണ്ട്, യൂട്യൂബും എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാം ബ്ലോക്ക് ചെയ്യാം. സോ വേദുവിന് ഇതിൻ്റെ ആവശ്യമുള്ളൂ. അവന് ബാക്കിയുള്ള ഓരോ ക്ലാസ്സസിലൊക്കെ പോകുമ്പോൾ നമ്മളെ വിളിക്കാനും കാറിലിരുന്ന് വിളിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഫോൺ കൊടുക്കാമെന്ന് വിചാരിച്ചു. സോ ബാക്കി യൂട്യൂബും വാട്സാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫോൺ കോൾ മാത്രമായിട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ചെറിയ ക്യൂട്ട് ഫോണുമാണ്, കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഫോൺ പോലെ ഇരിക്കുന്നു. ഇതിനു മുമ്പ് തന്നെ വേദുവിന് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നേ. വേദുവിൻ്റെ ഇതുപോലെ വാച്ചാണ്. ഇതിൽ നിന്നും ഫോൺ കോൾ വിളിക്കാം, നമുക്ക് വേദുവിനെ ട്രാക്ക് ചെയ്യാം. ഇതിൽ വേറെ ആർക്കും ഇൻകമിങ് വിളിക്കാൻ പറ്റില്ലാത്തൊരു ഫെസിലിറ്റി വരെ ഉണ്ട്. ഏതൊക്കെ നമ്പറാണോ സേവ്ഡ് അതിൽ മാത്രം വിളിക്കാം. പിന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം വേദു അറിയാതെ തന്നെ എൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ വേദു എവിടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാനോ, വേദു ഫോൺ ഇത് വാച്ച് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തന്നെ റിമോട്ട് ആക്സസ് എന്ന് പറഞ്ഞ ഫീച്ചർ വെച്ച് എൻ്റെ ഫോണിൽ നിന്ന് ഈ ക്യാമറ ഓൺ ചെയ്യാം. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും വേദു എവിടെയാണ്. അങ്ങനെ പല ഫീച്ചേഴ്സും ഉണ്ട്. ഇതൊരു ചൈനീസ് ബ്രാൻഡഡ് വാച്ച് ഒന്നുമല്ല, ഞാൻ മറ്റേ ഷെൻസിനിൻ്റെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇന്നിട്ട് വരെ ഇതിനിപ്പോൾ എത്ര, ഓൾമോസ്റ്റ് 2 years ആയി, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഒരു കേർട്ടൻ ഞാൻ വീട്ടിലേക്ക് വാങ്ങിയാണ്. സാധാരണ ഞാൻ വാങ്ങുന്നതൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഇവിടെ. പക്ഷേ ആമസോണിൽ എൻ്റെ സെലക്ഷൻ സൂപ്പർ ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അമ്മ വാങ്ങിയൊരു കേർട്ടൻ വളരെ മോശമായിരുന്നു, അതാണ് ഇപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്. ഏത് രീതിയിൽ ഭയങ്കരമായിട്ട് വെളിച്ചകത്ത് തീർന്നു. മോശം എന്ന് പറഞ്ഞാൽ എന്താ, മെറ്റീരിയൽ ഒന്നല്ല, അത് ലൈറ്റ് ഷെയ്ഡ്, അത് സീ ത്രൂ ആണ്. സീ ത്രൂ അത്ര ട്രാൻസ്പാരന്റ്, ഭയങ്കര ട്രാൻസ്പാരന്റ്. രാവിലെ അവിടെ 7 മണിക്ക് ശേഷം കിടക്കാൻ പറ്റില്ല. കിടക്കണ്ട, 7 മണിക്ക് ഇത് എടുക്ക്, അതാ പറഞ്ഞേ, അതിനാണ് ഇങ്ങനത്തെ കേർട്ടൻ വാങ്ങിയത്. ഇത് നോക്ക് എങ്ങനെയുണ്ടെന്ന്. പിന്നെ അവിടെ ആദ്യമേ എന്റെ മുഖത്ത് ഭയങ്കര അടിപൊളി എന്നുള്ള എക്സ്പ്രഷനാണ് വന്നത് കേട്ടാ. അപ്പോൾ ഇത് ബ്ലാക്ക് ഔട്ട് കേർട്ടൻസ് ആണ്, ആമസോണിൽ നിന്ന് കിട്ടിയതാ. നോക്ക്, UV പ്രൊട്ടക്ഷൻ വരെ ഉണ്ട്. കേട്ടാ, ഇഷ്ടപ്പെട്ട് കേട്ടാ. അപ്പൊ ഇതൊന്ന് റൂമിൽ തൂക്കിയിട്ട് പറയാം. ബ്ലാക്കിൽ ഇതുപോലെ നമുക്ക് ബ്ലാക്ക് ഔട്ടും ഉണ്ട്. ഇത് UV എന്തോ പ്രൊട്ടക്ഷനുള്ള ഫാബ്രിക്കും ആണ്, സിൽക്ക് ഫാബ്രിക് പോലത്തെ ഒരു കേർട്ടനാ. ഞാൻ ഇങ്ങനത്തെ 2 കാണുള്ളായിരിക്കും. 2 തികയില്ല, ഒരു വിൻഡോയ്ക്ക് വേണം 2. അപ്പൊ ഇതിന്റെ അകത്ത് 4 കാണുമെന്ന്. അപ്പൊ ഇന്നത്തെ ഒരു മെയിൻ ടാസ്ക്, ഇത് എപ്പോഴും ഉള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ ചോയ്സ് സ്കൂളിൽ അടിപൊളി എന്തെങ്കിലുമൊക്കെ ഇവന്റ്സും സംഭവങ്ങളൊക്കെ കാണും. എക്സ്ട്രാ പൈസ ചോദിക്കുന്ന കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. അങ്ങനെ ഒന്നും ചോദിക്കുക, എനിക്ക് ഈ പിക്നിക്കോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ എനിക്ക് തോന്നില്ല ഇങ്ങനെ എക്സ്ട്രാ അതിനെന്നും പറഞ്ഞ് ഇതുവരെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. പക്ഷെ അതല്ല, ഈ വേൾഡ് കപ്പിൻ്റെ കിക്ക് ഓഫോ അല്ലെങ്കിൽ വേൾഡ് കപ്പിൻ്റെ സെലിബ്രേഷന് വേണ്ടി എന്തോ കുട്ടികളോട് ഇഷ്ടമുള്ള ജേഴ്സി ഇട്ടുകൊണ്ട് വരാൻ ഇന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, നാളത്തേക്ക്. അത് അവർക്ക് ഇട്ട് പോയില്ലെങ്കിൽ പിന്നെ വേദുവിന് ഭയങ്കര ലെഫ്റ്റ് ഔട്ടായി തോന്നും. ഇനി അത് തപ്പിപ്പോവാനും ഒരു ദിവസം പോലും ഇല്ല. ഇന്ന് തന്നെ പോയി വാങ്ങിയാലേ നാളത്തേക്ക് കിട്ടുള്ളൂ. സോ ഇപ്പോൾ വേദു സ്കൂൾ കഴിഞ്ഞ് വന്ന് നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയിരിക്കുവാണ്. ഞാൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് പ്രിയ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഞാൻ അമ്മേനെയും കൂട്ടിക്കൊണ്ട് ഏതെങ്കിലും കടയിൽ പോയി വേദുവിന് ജേഴ്സി ഇട്ടു നോക്കട്ടെ. അവന് വേണ്ടത് പോർച്ചുഗലിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ആണ്, അല്ലെങ്കിൽ പഴയ മാഞ്ചസ്റ്റർ യുണൈറ്റഡോ എന്തെങ്കിലും റൊണാൾഡോൻ്റെ കിട്ടിയാൽ മതി, നമ്പർ 9 ജേഴ്സി. ഹോപ്പ്ഫുള്ളി അവൻ്റെ സൈസിൽ കിട്ടും, അല്ലെങ്കിൽ നാളെ വേദു ഭയങ്കര ലെഫ്റ്റ് ഔട്ടായി തോന്നും. അപ്പോൾ എന്തെങ്കിലും എല്ലാ ദിവസവും ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. വേദുവിനെ കണ്ട, ഇതാണ് വേദുവിൻ്റെ ഫോട്ടോ കണ്ടോന്ന് ചോദിക്കുകയാണ്. പ്രിയ ഇപ്പോൾ ബാത്ത് സോൾട്ടിലൊക്കെയാണ് കുളിക്കുന്നത്. ഇവിടെ ടബൊന്നും ഇല്ല. സോ ഇതിൽ എന്തോ ഹൈൻ്റെ സംഭവമൊക്കെ ആണെന്ന് തോന്നുന്നു. ലാവൻഡർ ബാത്ത് സോൾട്ട്, എനിക്ക് തോന്നുന്നു ഇൻഫ്ലമേഷൻ കുറയാനും ഫൈബ്രോമാൽജിക്കൊക്കെ വേണ്ടിയാണ്. വെറുതെ അല്ല, കുളിച്ചിറങ്ങുമ്പോൾ നല്ല മണം. അതിൻ്റെ ഇവിടുത്തെ ഈ ഒരു ഫോട്ടോ കണ്ട, ഏതാ സ്ഥലം എന്ന് ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ട്രാവൽ വിത്ത് OHF ഈ ഒരു സ്ഥലവും പ്ലാൻ ചെയ്യുന്നുണ്ട്. കൊറിയ ആണ്, സൗത്ത് കൊറിയ. പോവാം. കിട്ടിയില്ലെങ്കിൽ അമ്മയാണ് ഉത്തരവാദി. വേദുവിന്റെ എല്ലാം കറക്റ്റ് ആക്കി ചെയ്തോണം. ഫുൾ അത് കറക്റ്റാ. അവൻ ഭയങ്കര മൂഷാട്ടയാ. എന്റെ മുമ്പിൽ നല്ലതാ, ഒരു വാശിയും ഇല്ല.
അതെ ഒന്നുമില്ല, അതുകൊണ്ടല്ലേ പോയി തപ്പി വാങ്ങാൻ പറഞ്ഞേ. ബാ, എനിക്ക് കടയൊന്നും അറിയില്ല കേട്ടാ. MG റോഡിൽ പോയി നോക്കാം, ഇല്ലെങ്കിൽ ബ്രോഡ്വേ പോവാം. ഈ ഗൂഗിൾ ഇല്ലാതെ എന്ത് ചെയ്യും അല്ലേ? ഗൂഗിൾ ചെയ്ത് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കട കണ്ടു. അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഫുട്ബോൾ ജേഴ്സി. മറ്റേ ഈ നൈക്കി അഡിഡാസിലൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല കേട്ടോ, ഭയങ്കര റേറ്റ്. 10 ഞങ്ങളുടെ കൂടെ ചൈനയിൽ പോയപ്പോൾ ഒരു ചേച്ചി രേഖ മാം വാങ്ങിയായിരുന്നു. ടോപ്പ് മാത്രം ഒറിജിനൽ ഫുട്ബോൾ ജേഴ്സി 13,000 റുപ്പീസാണ് ഒരു ടീഷർട്ടിനും കണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, എന്താ FBA സ്പോർട്സ് വെയർ. അപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് നോക്കണം സംഭവം. വേറെ ഇവിടെ ഇല്ലെങ്കിലാണ് ഇനി പാട്. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന കേട്ടോ, ഇവിടെ ഇല്ല. ഫസ്റ്റ് സ്ഥലം ഡിസപ്പോയിൻറ്റഡ് ആയ, അവിടെ ഇല്ല. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം എവിടെയെങ്കിലും പോയി തപ്പണം. കിട്ടാൻ കുറച്ച് പാടാണ്. അമ്മ വിചാരിഞ്ഞു വേൾഡ് കപ്പ് സീസൺ ആയതുകൊണ്ട് എളുപ്പം കിട്ടുന്നത്. അവിടെ അമ്മ ഫുൾ ക്രെഡിറ്റ് എടുക്കും. അവിടെ സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിട്ടിയാൽ അടിപൊളി, ഇത് ഭയങ്കര ഹാപ്പിയാവും. അവിടുത്തെ റൊണാൾഡോൻ്റെ പോസ്റ്റർ തന്നെ വെച്ചിരിക്കുന്നത്. കേരള സ്പോർട്സ് എന്നാണ്, MG റോഡിലാണ്. അവിടെ സംഭവം ഉണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറി നോക്കാം. കിട്ടിയാൽ അടിപൊളി. ജേഴ്സീസൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടോ? പക്ഷെ ഇതിൽ റൊണാൾഡോ അവിടെ. ആ, എന്തെങ്കിലും ആവട്ടെ. അവന് റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആയിരുന്നു വേണ്ടത്. ആ, ഇത് 2 സൈസ് 30 ആണ്, പക്ഷെ സ്വല്പം വ്യത്യാസമുള്ളൂ, ലെങ്ത്തിലെ വ്യത്യാസം വരുന്നു. ഇത് ഷോർട്സും ഉണ്ടോ? ഷോർട്സ് സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, സെറ്റായിട്ടല്ല വരുന്നത്. ഇല്ല, നോക്കട്ടെ, റെഡോ വൈറ്റോ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇതുപോലെ ഞാനത് റെഡൊക്കെ നോക്കി. ഇവിടെ ഇല്ല കേട്ടോ സംഭവം. ഉണ്ട്, വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എടുക്കാവുന്നേ ഉള്ളൂ. കാരണം മാച്ചിങ് ആയിട്ടുള്ള ടീഷർട്ട് ഷോർട്സും ഇല്ല. അപ്പോൾ ബ്രോഡ്വേയിലും കൂടെ നോക്കി ഇല്ലെങ്കിൽ തിരിച്ചിവിടെ വരാം. ഒരു ജേഴ്സി എടുക്കാൻ എനിക്കൊന്ന് വണ്ടിയിൽ ഒരു 1000 രൂപയുടെ ഡീസൽ അടിച്ചു. 1000 ഒന്നും അല്ല കേട്ടോ, എന്നാലും വെറുതെ എന്തോരം സമയം നോക്ക്. കിട്ടാനും എന്തൊരു പാടാണ്. നമ്മൾ വിചാരിക്കും ഒരു ഫുട്ബോൾ ജേഴ്സി ഒക്കെ കിട്ടാൻ ഇത്രയും പാടാന്ന്. ഇപ്പോൾ ഫൈനലായിട്ട് ബ്രോഡ്വേ വന്നിരിക്കുകയാണ്. ഉണ്ടെങ്കിൽ ഇവിടെ കാണുള്ളൂ. ഡ്രൈവിംഗ് കൂടെ അറിയാമെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കായിരുന്നു. പഠിക്കാമോ? ഞാൻ സ്പോൺസർ ചെയ്യാം. കാറ് വാങ്ങിത്തരാം. ആ, മറ്റേ ചെറിയ കാറൊക്കെ ഉണ്ടല്ലോ, അതാ നല്ലത് സിറ്റിയിൽ ഓടിക്കാൻ. ഞാൻ വാങ്ങിത്തരാം. എനിക്ക് പറ്റില്ല. പാട്ടൊന്നല്ല, നല്ല വണ്ടി മിനി കൂപ്പർ വാങ്ങിത്തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലം എറണാകുളത്ത് എനിക്കൊന്ന് ബ്രോഡ്വേ ആയിരിക്കും. ചുമ്മാ ഇവിടെ വന്ന് ഇങ്ങനെ നടക്കാനും പൈസ ദൂർത്തടിക്കാനും ഇഷ്ടമുള്ള ആളാണ് അമ്മ. അത് ബ്രോഡ്വേയിൽ കേട്ടാ, സത്യമാണല്ലോ. ഇപ്പൊ വയ്യാത്തോണ്ട, നടക്കാനൊന്നും വയ്യല്ലോ. പിന്നെ അതെ ഇവിടെ ഉണ്ടോ നോക്ക്. ഓരോ കടകളിൽ കയറി ചോദിച്ചു പോവാം. എല്ലാവരുടെയും ഉണ്ടെന്ന്, റൊണാൾഡോന്റെ ഇല്ലാന്ന്. മെസ്സിയുടെ വരെ ഉണ്ട് കേട്ടാ. റൊണാൾഡോന്റെ ആണ് ഇല്ലാത്തത്, അതും എസ്പെഷ്യലി പോർച്ചുഗലിന്റെ. ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ കിട്ടില്ല കേട്ടാ. വാ, വേറെ എവിടെയും നോക്കണ്ട. പിന്നെ പോർച്ചുഗലില് അമ്മയ്ക്ക് വിസ പോലും കിട്ടില്ല. ബാങ്ക് ബാലൻസ് വേണമാ. അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്കേ കിട്ടുള്ളൂ അല്ലെ? ബാങ്ക് ബാലൻസ് വെച്ചാണെങ്കിൽ അമ്മയ്ക്കേ കിട്ടുള്ളൂ. എന്തായി കാണില്ല അമ്മ. ഇവിടെയൊക്കെ ഇങ്ങനത്തെ കടകളൊക്കെ ഇങ്ങനത്തെ എന്താ സ്ട്രീറ്റൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിയുക കേട്ടോ. ഇതൊക്കെ എബ്രോഡാണെങ്കിൽ എന്തൊരു വാല്യൂ ആണ്. ഇവിടെ വരുമ്പോഴാണ് നമുക്കൊരു വില ഇല്ലാത്ത. ഈ ബ്ലൂ സ്പോർട്സ് ഇതൊക്കെ പണ്ട് തൊട്ടേ 1946 തൊട്ടുള്ള ഷോപ്പ് കടയാണ്. ആൾക്കാരൊക്കെ വന്നത് ഫുട്ബോളിൻ്റെ ഫ്ലാഗ്സും സംഭവങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പോർച്ചുഗലിൽ. പക്ഷേ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, റൊണാൾഡോന് കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ കേരള എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ഫസ്റ്റ് സ്റ്റേറ്റ് ആണല്ലോ. കുട്ടികളുടെയോ? എന്തെങ്കിലും മതി. അതെടുക്കുന്ന കണ്ട അവൻ ഇപ്പൊ ഒന്ന് പ്രശ്നം ഉണ്ടാക്കും. അർജന്റീന മെസ്സിയുടെ ടീമിന്റെ കണ്ട അത് എടുത്തു കഴിഞ്ഞാൽ അവന്റെ വായ കിടക്കുന്ന എല്ലാം കേൾക്കും നമ്മള്. നല്ലതാ, കറക്റ്റ് ആയിരിക്കില്ലേ? ആണോ? ഈ ഫുട്ബോൾ ഫീവർ എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെയാണ്. എന്ത് തിരക്കാന്നറിയാം. വന്നപ്പോൾ തൊട്ട് തുടങ്ങിയ തിരക്കാണ്. ഓണർ ആക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആയ കംപ്ലീറ്റ്. ഇത് ഡ്രസ്സ് മാത്രമല്ല, ഈ ഫ്ലാഗ്സും അതൊക്കെ വാങ്ങാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വെളിയിൽ എപ്പോൾ കാണിച്ചു തരാവേ, ഇങ്ങനെ ഇട്ട് വിൽക്കുക. അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഇതൊന്ന് 200-100 എന്തൊരു ചിലവാണെന്നറിയോ. ഇങ്ങനത്തെ ഒരു കട നമ്മൾ വേൾഡ് കപ്പിൽ ഇങ്ങനെ സ്ട്രീറ്റിലിരുന്ന് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്.
അത് കഴിഞ്ഞിട്ട് ഏകദേശം എത്ര ഷോപ്പ് ക്ലോസ് ചെയ്യാറൊന്നും ആയിട്ടില്ല, 7:30 ആയിട്ടുള്ളൂ. തിരക്ക് ഭയങ്കരമായിട്ട് കൂടി. അവിടെ കുറച്ച് ഉന്തും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളായി. ലാസ്റ്റ് അവർ എന്ത് ചെയ്തെന്ന് അറിയോ, ഷട്ടർ ഇട്ടിരിക്കുന്നു. അത്രയും സെയിൽ മതിയെന്ന് അവർക്ക്. കമ്മി 7 മണിയെങ്ങാണ്ടായിട്ടുള്ളൂ. ഉണ്ടോ, ഷട്ടറും ഇട്ടു. അതാണ്, എന്നിട്ടും ആൾക്കാർ കയറാൻ നോക്കുന്നു. ഒരെണ്ണം കിട്ടി. ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ പ്രിൻസ് ബാബു ഇത് ഹണ്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോയിട്ട് ഇത് മറ്റേ കാരണം അവർ ഷട്ടർ ഇട്ടിരിക്കുക. ഞാൻ നിൽക്കുന്ന ടൈമിൽ എക്സാജറേഷൻ അല്ല, ഞാൻ ക്ലോസ് ടു ഒരു 22,000 റുപ്പീസിൻ്റെ ഗൂഗിൾ പേ മാത്രം, ക്യാഷ് അല്ല, സൗണ്ട് കേട്ടു. ഞാൻ അത്ര ഒരു 20 മിനിറ്റ്സ് നിന്നു. അത്രയും തിരക്കാണ്. ഇപ്പം പ്രിൻസ് വേറെ സ്ഥലത്ത് പോയിട്ടുണ്ട്. അത് പറയുന്നത് മറ്റേ ഏജൻസിനെ വിടുന്ന പോലെയാണ് പ്രിയ പറഞ്ഞിട്ട് ഞങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ പ്രിൻസ് ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചു. അവിടെ പോയപ്പോൾ എന്താ, കംപ്ലീറ്റ് ചോയ്സിലെ പിള്ളായിരുന്നു. അവിടെയും ക്യൂ. പ്രിൻസ് കൈ പിടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം കിട്ടി വൈറ്റ്. ഇനി ഒരു റെഡും കൂടെ കിട്ടുമെന്ന് നോക്കട്ടെ. അമ്മ മുൻകൈ എടുത്തോണ്ട് മാത്രം ഒരെണ്ണം കിട്ടി. ആ വീട്ടിൽ പോയി കാണിക്കാം. പക്ഷെ അവൻ ആ റെഡ് തന്നെ ചിലപ്പോൾ വേണമെന്ന് പറയും, അവൻ്റെ ഒരു സ്വഭാവം വെച്ച്. നോക്കാം. ഞാൻ പ്രിൻസ് ഒരു സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്, അവിടെ കൂടെ പോവാം. ഇല്ലെങ്കിൽ ഇത് തന്നെ ഇടിപ്പിച്ച് വിടാം. പ്രിൻസ് പറഞ്ഞു ഇവിടെ ഉണ്ട്. ഞാൻ അമ്മയോട് ആദ്യമേ പറഞ്ഞു നമ്മുടെ വീടിന്റെ അടുത്തുള്ള. അമ്മ നുണ പറയാൻ നിർത്തി കേട്ടോ. എന്ത് നോക്കില്ല, ഇവിടെ ഉണ്ടായിരുന്നു എനിക്ക് അറിയാം. പറഞ്ഞപ്പോ ദിലു ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ഒരു സ്പോർട്സ് സെന്റർ ഉണ്ട്, രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിന്റെ അവിടെ നോക്ക. അവിടെ ഒന്നും കിട്ടില്ല, നമുക്ക് അവിടെ പോവാം, നമുക്ക് ഇവിടെ പോവാം. അവസാനം കറങ്ങി ചുറ്റി ഇവിടെ വന്നു. എന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസും പോലും വാങ്ങിച്ചു ഇവിടെ ജ്യൂസ് കടയുണ്ട്, അതേ ഇവിടെ കൊണ്ടുവന്നത്. അതാ പിന്നെ ഇവനെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു? എനിക്ക് തൊട്ടപ്പുറത്ത് ജ്യൂസ് കടയുണ്ട്, നോക്കിക്കോ. ഫ്രണ്ട്സും നിൽക്കുന്നുണ്ട് അവിടെ. ഇനിയിപ്പോ നമ്മുടെ അമ്മേനെ കണ്ട പ്രിൻസ് ഓടും. അപ്പൊ എനിക്കൊരു ഉമ്മ തരും, നീ തന്നില്ലെങ്കിലും. നോക്കട്ടെ, അപ്പൊ ഇവിടെ കാണും കേട്ടോ സാധനം. റെഡ് കളർ. അമ്മയ്ക്ക് ബ്രോഡ്വേ പോണം, MG റോഡിൽ പോണം. അതാണ് ഞാനും അതാ പറഞ്ഞേ. അത് ഓക്കെ ആയിരിക്കും തോന്നുന്നു. 30 ഈ ബാക്കി മെസ്സിയുടെ എല്ലാം ഉണ്ട്, ഇതാണ് ഇല്ലാത്ത. എന്താ പറയാ, മെസ്സിയൊക്കെ പറഞ്ഞാൽ അടിച്ചറപ്പിക്കുന്നു. ഫുൾ ഡിമാൻഡ് അല്ലേ? മെസ്സി പോർച്ചുഗലും വേറെ ഒന്നിനും ഇല്ല. ആള് ഹാപ്പിയോ? ഇതിലും ചെറുതുണ്ടാവില്ല, സ്മോൾ ഇതാണ് വരുന്നത്. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫിന് ഇതുവരെ കണ്ടിട്ടില്ല. പയ്യൻ ഈ ഒരു ബോക്സിൽ നിന്ന് 100-200 വരുന്ന സോക്സ് ഒരു അരമണിക്കൂറായി തപ്പുന്നു നമുക്ക് വേണ്ടി. അപ്പോൾ ബ്രോഡ്വേയുടെ ഒരു എക്സാക്ട് ഓപ്പോസിറ്റ് കസ്റ്റമർ സർവീസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഒരു 7 ചോയ്സ് സ്കൂളിലെ പാരൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസ്സിലെ രണ്ട് പാരൻസേ ഉള്ളായിരുന്നു. നമ്മുടെ ക്ലാസ് അല്ല, സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ. ബാക്കി ടോട്ടൽ ഒരു 7 പേര് വന്നിട്ടുണ്ട്. ചിലർ ഫോണിൽ, എന്നിട്ട് ആ ഒരു ഫോണിൽ ആ ചേട്ടൻ വിളിച്ചിട്ട് പറയുകയാണ് ജേഴ്സിയിൽ അത് വീട്ടിൽ കയറ്റില്ല അത്. അപ്പോൾ ഈ ഷോപ്പാണ് സ്റ്റേഡിയത്തിലെ മെഡിക്കൽ ഷോപ്പിൻ്റെ സൈഡിലുള്ള. ഭയങ്കര കസ്റ്റമർ സർവീസ് ആയിട്ട്. ഇത്രയും തിരക്കുണ്ടായിട്ട് ഒരു മുഷിപ്പോ ഒന്നും എന്താ പറയുന്ന ഒരു മടുപ്പ് കാണിക്കാതെ നല്ല രീതിയിൽ അവർ കസ്റ്റമർ സർവീസും ടൈം എടുത്ത് നോക്കി 100% അവിടെ ഉണ്ടെങ്കിൽ അവരെടുത്ത് തരുന്ന ഒരു രീതിയിലുള്ള. തിരക്ക് വന്നുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി പിന്നെ വരെ അങ്ങനെ ഒരു സംസാരവും ഇല്ല. എന്നാലും വേദന വേണ്ട എല്ലാം കിട്ടിയിട്ടുണ്ട്. അവന് ഫുട്ബോൾ സോക്സും കൂടെ വാങ്ങണം എന്ന്. അതിന് ഇപ്പോൾ ഇവിടെ ഒരു ഷോപ്പിൽ പോവാം. ഇവിടെ അമ്മയ്ക്ക് ബബിൾ ടീ ഒരെണ്ണം വാങ്ങിക്കൊടുക്കാം. ഇത്ര ഓടിയ ഒരാളല്ലേ. അപ്പോൾ ഒറിജിനൽ ബബിൾ ടീ എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പാണ്. ഞാൻ ഒന്നും നോക്കാതെ വന്ന കടയാണ്. റിവ്യൂ ഒന്നും നോക്കിയില്ല. ഇങ്ങനത്തെ ഒരു കട കണ്ടിട്ടുള്ളൂ എപ്പോഴും പാസ് ചെയ്യുമ്പോൾ. ഇവരുടെ ബോബ, എനിക്കൊന്നെന്താ ബ്രൗൺ ഷുഗർ മിൽക്ക് ടീ ബോബ, തായ്ലൻഡിൻ്റെ ക്വാളിറ്റി. മേ ബി വൺ ഓഫ് ദ ബെസ്റ്റ് മിൽക്ക് ടീ ഇൻ ബബിൾ ടീ ഇൻ കൊച്ചി. കുടിച്ചു നോക്കാമോ? സോക്സും കിട്ടിയാ? ഇതാണ് ബബിൾ ടീ. ഭയങ്കരമായിട്ട് നല്ല കേട്ടാ. തായ്ലൻഡിൽ കിട്ടുന്ന പോലെ തന്നെയുണ്ട്. കുടിച്ചു നോക്ക്. ഗ്യാസ് ഇല്ല. അതിനകത്ത് ഇത് വരും, ബബിള്. അമ്മ ആദ്യമായിട്ടാണ് ലൈഫിൽ ബബിൾ ടീ കുടിക്കുന്നതെന്ന് തോന്നാ. ഇതാണ് ഭയങ്കര അഡിക്ഷനാ ആൾക്കാർക്ക്, തായ്ലൻഡിലും പോകാനും കൊറിയ പോയൊക്കെ കുടിക്കാനായിട്ട്. അത് ടാപ്പിയോക്കയുടെ പേൾസാ, അത് ഭയങ്കര ഫേമസാ. അപ്പം ഇതാണ് ബബിൾ ടീ. പോവാം. ഉണ്ണിമാൻ വിളിച്ചിരുന്നു. ആ എന്തിനാ? എന്താ ഗ്യാസ് കിട്ടാ? അതിനല്ല,
നാളെ ഫുട്ബോളിന്റെ സെലിബ്രേഷനാ സ്കൂളിൽ. അപ്പോൾ മറ്റേ ഫുട്ബോളിന്റെ ഡ്രസ്സ് ഇട്ടോണ്ട് പോകാൻ പറഞ്ഞു. അപ്പൊ മെസ്സിയുടെ ഡ്രസ്സ് വാങ്ങിയപ്പോ നാളെ മെസ്സിയുടെ ബെസ്റ്റ് ഫുട്ബോളർ മെസ്സി ആയതുകൊണ്ട് മെസ്സിയുടെ ഡ്രസ്സ് എല്ലാരും ഇട്ടോണ്ട് വരണം എന്ന് പറഞ്ഞു. ആബ്സെന്റ് ഒന്നും ആവാൻ പറ്റില്ല. ആ തുറന്നു തരാം. ഇതാണ് നാളെ ഇട്ടോണ്ട് പോകണ്ടേ. എന്താ ആരാ? പാന്റ് എങ്ങനെ ഇട്ടുകൊണ്ട് ഫുട്ബോൾ കളിക്കും ആരെങ്കിലും? ആ ഫുൾ സ്ലീവ് ആണോ റൊണാൾഡോ ഇടുന്നത്? അല്ല, ഞാൻ കാണിച്ചു തരാം ഫോട്ടോ. ആ ബാക്ക് കാണിക്ക്. ഓ ഓ CR7. കണ്ട. ഓക്കെ, നാളെ വേദു ഇത് ഇട്ട് റെഡ് സോക്സും ഇട്ട് ഓ സൂപ്പറായി പോണം കേട്ടാ. കാണിച്ചു തരാം. അപ്പ അങ്ങനെ ഇന്നലെ കഷ്ടപ്പെട്ടേന്ന് കറക്റ്റ് റിസൾട്ട് ഉണ്ടായി. ഫുൾ മാച്ചിങ് ആയിട്ട് റൊണാൾഡോനെ പോലെയാണ് വേദു രാവിലെ സ്കൂളിൽ പോകുന്നത്. ഇനി ഫുട്ബോൾ കോച്ചിങ്ങിനും കൂടെ അപ്പൊ വിടും കേട്ടാ. ആ അപ്പൊ നല്ല അടിപൊളി പ്ലെയർ ആവും. പോ ഷൂസും കൂടെ എഴുതാൻ നോക്ക്. എന്നാ ബ്ലൂ തന്നെ ഇട്ടോ. ആ നിങ്ങളെ കാറില് ചാച്ചാൻ പറ്റും. ഇപ്പൊ ചാച്ചൊന്നും വേണ്ട. ഇപ്പൊ ചാച്ചാൻ നിങ്ങൾക്ക് ഇഷ്ടം കാറില് ചാച്ചാൻ. അത് നല്ലതാ. ഫുട്ബോൾ ഷൂസ് പോലെ ഉണ്ട്. ഓക്കെ ബൈ, എൻജോയ്. അപ്പൊ അതായിരുന്നു ഇന്നത്തെ വിശേഷം. ഒരു ഫുട്ബോൾ ജേഴ്സി കഥ അതാണ് ഇന്ന് നടന്നത്. പാരന്റ്സ് ലിറ്ററലി പണിഷ്മെന്റ് ആണ് കേട്ടോ. ഇങ്ങനെ തലേ ദിവസം പറഞ്ഞ് ഇത് റെഡിയാക്കുന്നത് എല്ലാവരും കിടന്ന് ഓട്ടത്തോടെ ഓട്ടം. കാരണം കുട്ടികൾ ഇരിക്കപ്പൊരു തരില്ലല്ലോ. എന്തായാലും ആ കാര്യം സക്സസ്ഫുൾ ആയി സോൾവ് ആയി. ഇനി ഏത് ഇതിൽ 100 കുറ്റം കണ്ടുപിടിക്കും. ഇനി ഫോട്ടോ കമ്പയർ ചെയ്ത് അതിൽ ഗ്രീൻ ഇല്ല, അതിലും യെല്ലോ ഇല്ല, പലതും പറഞ്ഞ് കമ്പയർ ചെയ്യും. എങ്ങനെയെങ്കിലും ഒന്ന് ഇടിപ്പിച്ച് വിടണം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വ്ളോഗിലെ വിശേഷം, ഇന്നത്തെ ഞങ്ങളുടെ വീട്ടിലെ വിശേഷം. സോ എന്തായാലും നാളെ വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ. ആ ബബിൾ ടീ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോട്ടോ, അടിപൊളി സംഭവം.